ഇടുക്കി പൂപ്പാറയിലെ പന്നിയാർപ്പുഴ കയ്യേറ്റത്തിൽ റവന്യൂ വകുപ്പിന്റെ നടപടി അല്പസമയത്തിനകം 56 പേർ സർക്കാർ ഭൂമി കയ്യേറിയിട്ടുണ്ട് എന്നാണ് റവന്യൂ വകുപ്പിന്റെ കണ്ടെത്തൽ. ഒഴിപ്പിക്കൽ നടപടിയുടെ ഭാഗമായി പൂപ്പാറ ടൗണിൽ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചു. ഇവരുമായി സുബിൻ തോമസ് ചേരുകയാണ്. സുബിൻ, 56 കയ്യേറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നാണ് റവന്യൂ വകുപ്പിന്റെ കണ്ടെത്തൽ. റവന്യൂ വകുപ്പിന്റെ നടപടികൾ ആരംഭിച്ചു കഴിഞ്ഞോ? മറ്റു വിവരങ്ങൾ കൂടി. നിലവിൽ റവന്യൂ വകുപ്പിന്റെ നടപടികൾ ആരംഭിച്ചിട്ടില്ല. അല്പസമയത്തിനകം തന്നെ ആ നടപടിക്രമങ്ങളിലേക്ക് കടക്കുമെന്നാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത്. പ്രധാനമായും ഈ പൂപ്പാറ ടൗണിൽ പന്നിയാർ പുഴ കയ്യേറി 56ഓളം കയ്യേറ്റങ്ങൾ നടന്നിട്ടുണ്ട് എന്നുള്ളൊരു കണ്ടെത്തലാണ് റവന്യൂ വകുപ്പ് നടത്തിയിരുന്നത്. ഇതേ തുടർന്നാണ് കോടതി 6 ആഴ്ചയ്ക്കുള്ളിൽ ഈ കയ്യേറ്റങ്ങളെല്ലാം തന്നെ ഒഴിപ്പിക്കണമെന്നൊരു നിർദ്ദേശം റവന്യൂ വകുപ്പിനും അതുപോലെ തന്നെ സർക്കാരിനും നൽകിയത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ റവന്യൂ വകുപ്പ് ഈ ഒഴിപ്പിക്കൽ നടപടിയുമായി നിലവിൽ മുമ്പോട്ട് പോകുന്നത്. ഇതിൽ ഇപ്പോൾ നിലവിൽ ജനങ്ങളോട് അല്ലെങ്കിൽ ഇവിടെയുള്ള പൂപ്പാറയിലുള്ള ആളുകളുടെ ഒരു പ്രതിഷേധം നിലവിൽ ഇപ്പോൾ ഈ ഒരു പൂപ്പാറ ടൗണിൽ ഉടലെടുത്തിട്ടുണ്ട്. ആളുകൾ കൂട്ടം കൂടി എത്തുന്ന ഒരു സാഹചര്യമുണ്ട്. പ്രധാനമായും അവർ പറയുന്നത് ഇത് കയ്യേറ്റക്കാരല്ല, തങ്ങൾ കയ്യേറ്റക്കാരല്ല. ഏകദേശം 60 വർഷത്തിന് മുമ്പോളമായി ഇവിടെ വന്ന് കുടിയേറി ഈ ഒരു കെട്ടിടങ്ങളെല്ലാം നിർമ്മിച്ച് ഇവിടെ ചെറിയ വ്യാപാര സ്ഥാപനങ്ങൾ നിർമ്മിച്ച ആളുകൾ മാത്രമാണുള്ളത്. ഒരു തരത്തിലുള്ള കയ്യേറ്റങ്ങൾ ഇവിടെ ഇല്ല, കുടിയേറ്റക്കാരാണ് എന്നുള്ള കാര്യമാണ് അവർ പ്രധാനമായും പറയുന്നത്. കൂടാതെ ഈ ഒരു 6 ആഴ്ചത്തെ സാവകാശമാണ്, സമയമാണ് ഈ ഒരു ഒഴിപ്പിക്കൽ നടപടികൾക്കായി ഹൈക്കോടതി നിർദ്ദേശിച്ചിരുന്നത്. അതുപ്രകാരം ഇനിയും ദിവസങ്ങളുണ്ട്. നിലവിൽ തങ്ങൾ കോടതിയെ സമീപിച്ചിരിക്കുകയാണ്. ഈ ഒരു കോടതി വിധി വന്നതിന് പിന്നാലെ തന്നെ ഒരു ആക്ഷൻ കൗൺസിലെല്ലാം തന്നെ പൂപ്പാറയിൽ രൂപീകരിച്ചിരുന്നു. ഈ ആക്ഷൻ കൗൺസിലിന്റെ നേതൃത്വത്തിൽ ഈ ഹൈക്കോടതിയുടെ ഈ ഒരു വിധിക്കെതിരെ വീണ്ടും കോടതിയെ സമീപിക്കാൻ ഇവർ തീരുമാനിച്ചത്. അത്തരത്തിൽ കോടതിയെ സമീപിക്കുകയും ചെയ്തിരുന്നു. ഇന്നലെ ഈ ഒരു കേസ് പരിഗണിക്കേണ്ടിയിരുന്ന കേസ് ഉച്ചയ്ക്ക് ശേഷം കോടതി അവധിയായിരുന്നതിനാൽ പരിഗണിച്ചില്ല. അതേ തുടർന്ന് ഈ വരുന്ന ചൊവ്വാഴ്ചത്തേക്ക് ഈ കേസ് മാറ്റിവെക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. അതുകൊണ്ട് തന്നെ ഈ തങ്ങളുടെ കേസ് നിലവിൽ ഇപ്പോൾ ഈ ഒരു പരിഗണനയിൽ ഇരിക്കുന്നു എന്നുള്ളതുകൊണ്ട്, തങ്ങളുടെ ഹർജി പരിഗണനയിൽ ഇരിക്കുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ അന്നേ ദിവസം വരെ തങ്ങൾക്ക് സാവകാശം വേണമെന്നൊരു ആവശ്യമാണ് ഈ വ്യാപാരികളും അതുപോലെ തന്നെ പൂപ്പാറയിലുള്ള ഈ പറയുന്ന ആളുകളെല്ലാം തന്നെ മുമ്പോട്ട് വയ്ക്കുന്ന ആവശ്യം. അത്തരത്തിലുള്ള ഒരു ആവശ്യം നിരാകരിച്ചാൽ പ്രത്യക്ഷ സമരത്തിലേക്ക് പോകുമെന്നുള്ളൊരു മുന്നറിയിപ്പാണ് ആളുകൾ നൽകുന്നത്. അതേസമയം ഈ ഒരു നടപടികളുമായി, അതായത് ഹൈക്കോടതി 6 ആഴ്ചക്കുള്ളിൽ ഈ ഒരു കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കണമെന്നുള്ളൊരു നിർദ്ദേശം നൽകിയിരിക്കുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ ഈ ഒഴിപ്പിക്കൽ നടപടികളുമായി മുമ്പോട്ട് പോകാനുള്ള ഒരു തീരുമാനമാണ് റവന്യൂ വകുപ്പ്. സുബിൻ, ഇവിടെ ഈ റവന്യൂ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന CPIയുടെ നിലപാടുകൾക്കെതിരെ വലിയ പ്രതിരോധമാണ് CPMന്റെ ഭാഗത്തുനിന്നുണ്ടായത്. എം മണിയടക്കം നേരത്തെ സൂചിപ്പിച്ച ഒരു കാര്യമുണ്ട്. അതായത് ഏത് തരത്തിലും ഇത്തരത്തിലുള്ള സമീപനമായി വന്നാൽ പാർട്ടി അംഗീകരിക്കില്ല, അതിനെ അതേ രീതിയിൽ അതേ നാണയത്തിൽ തിരിച്ചടി നൽകും എന്നുള്ള നിലപാട്. പ്രത്യേകിച്ച് അങ്ങനെ പറയാൻ കാരണം CPMന്റെ കയ്യേറ്റങ്ങളാണ്, CPM നേതൃത്വത്തിൻ്റെ കയ്യേറ്റങ്ങൾ. CPM പാർട്ടി ഓഫീസുകൾ ഈ കയ്യേറ്റ ഭൂമിയിലാണ് പല സ്ഥലങ്ങളിലും സ്ഥിതി ചെയ്യുന്നതിനൊപ്പം പാർട്ടി പ്രവർത്തകരുടെ കയ്യേറ്റങ്ങൾ ഭരണത്തണലിലാണ് പല കാലഘട്ടങ്ങളിലായി അവരുടെ കയ്യേറ്റങ്ങൾ ഉണ്ടായത്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ഒരു പ്രതിരോധം CPMന്റെ ഭാഗത്തിനും അവിടെ കാണാൻ സാധിക്കുന്നുണ്ടോ? നിലവിൽ ഈ ഒരു ആക്ഷൻ കൗൺസിലിന്റെ നേതൃത്വത്തിലുള്ള ഒരു പ്രതിഷേധമാണ് ഇവിടെ ഇപ്പോൾ ആരംഭിച്ചിട്ടുള്ളത്. അതേസമയം ഈ പൂപ്പാറയുടെ അടുത്തുള്ള ശാന്തൻപാറയിലെല്ലാം തന്നെ CPMന്റെ നേതൃത്വത്തിൽ അല്ലെങ്കിൽ CPM പാർട്ടി ഓഫീസ് നിർമ്മാണവുമായി ബന്ധപ്പെട്ടുള്ള കയ്യേറ്റങ്ങളെല്ലാം തന്നെ ഉണ്ടായിരുന്നു. അതുമായി ബന്ധപ്പെട്ട് കയ്യേറ്റം നടന്നിട്ടുണ്ടെന്നടക്കമുള്ള റിപ്പോർട്ടുകളെല്ലാം തന്നെ പുറത്തു വരികയും ചെയ്തതിന് പിന്നാലെ പാർട്ടി നേതൃത്വം തന്നെ ആ ഒരു കയ്യേറ്റങ്ങളെല്ലാം പൊളിച്ചു കളയുന്ന ഒരു സാഹചര്യം ഉണ്ടായി. പക്ഷേ ഇവിടെ അത്തരത്തിലുള്ള ഒരു ഇടപെടൽ ഉണ്ടാവാനുള്ള ഒരു സാധ്യത, അല്ലെങ്കിൽ പാർട്ടി നേതൃത്വം ഏതെങ്കിലും തരത്തിൽ ഇടപെടാനുള്ള ഒരു സാധ്യത കുറവാണ്. ഈ ആക്ഷൻ കൗൺസിലിന്റെ നേതൃത്വത്തിൽ ഇതിൽ വിവിധ രാഷ്ട്രീയ കക്ഷിയിൽപ്പെടുന്ന ആളുകളുണ്ട്. അതുകൊണ്ട് തന്നെ അത്തരത്തിലൊരു ആക്ഷൻ കൗൺസിലിന്റെ ആ ഒരു നേതൃത്വത്തിലാവും ഈ ഒരു പ്രതിഷേധങ്ങളെല്ലാം തന്നെ ഉണ്ടാവുക. അതേസമയം ഈ പ്രമുഖരായിട്ടുള്ള നേതാക്കളെല്ലാം തന്നെ ഈ ഒരു ഇതിനെതിരെ അല്ലെങ്കിൽ ഈ ഒരു ഒഴിപ്പിക്കൽ നടപടിക്കെതിരെ രംഗത്ത് വരാനുള്ള ഒരു സാധ്യതയുമുണ്ട്. എന്തായാലും നിലവിൽ ഇപ്പോൾ ആക്ഷൻ കൗൺസിലിന്റെ നേതൃത്വത്തിലുള്ള ഒരു പ്രതിഷേധമാണ് നടക്കുന്നത്. പ്രധാനമായും ഈ ഒരു കയ്യേറ്റവുമായി ബന്ധപ്പെട്ട്, അതായത് ഈ പുഴയിലേക്ക് കൂടുതലായി ഇറക്കി 2 വ്യക്തികൾ ഈ ഒരു കെട്ടിടങ്ങൾ നിർമ്മിച്ചതോടുകൂടിയാണ് ഈ ഒരു പ്രശ്നങ്ങളെല്ലാം തന്നെ ഉടലെടുക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് BJP നേതൃത്വമാണ് ഈ ഒരു പരാതിയുമായി രംഗത്തെത്തുന്നത്. അതിനുശേഷം ഈ ഒരു കോടതി വ്യവഹാരങ്ങളിലേക്ക് പോകുന്നു. അല്ലെങ്കിൽ റവന്യൂ വകുപ്പിന്റെ ഭാഗത്തു നിന്നൊരു കാര്യക്ഷമമായ ഇടപെടൽ ഉണ്ടാകാതെ ഇരുന്നതിനെ തുടർന്നാണ് ഇവർ BJP വീണ്ടും കോടതിയെ സമീപിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഇതേ തുടർന്ന് കോടതി ഈ കയ്യേറ്റങ്ങളിൽ വസ്തുതയുണ്ടോ എന്ന് പരിശോധിക്കാൻ ഉള്ള നിർദ്ദേശം നൽകുകയായിരുന്നു. ആ നിർദ്ദേശപ്രകാരം ഈ 2 കെട്ടിടങ്ങൾ കയ്യേറിയിട്ടുണ്ട് അല്ലെങ്കിൽ കയ്യേറ്റം നടന്നിട്ടുണ്ട് എന്ന് വ്യക്തമാണ് എന്നുള്ള റിപ്പോർട്ട്
റവന്യൂ വകുപ്പ് നൽകുകയും ചെയ്തു. ഇതിനിടയിലാണ് ഈ ഒരു കയ്യേറ്റക്കാരായിരുന്ന രണ്ട് വ്യക്തികൾ അല്ലെങ്കിൽ ഈ രണ്ടാളുകൾ കോടതിയിൽ മറ്റ് തങ്ങൾ മാത്രമല്ല അവിടെ നിരവധി കയ്യേറ്റങ്ങൾ നടന്നിട്ടുണ്ട് എന്നുള്ളൊരു വാദം കോടതിയിൽ സമർപ്പിച്ചത്. ഈ വാദത്തെ തുടർന്നാണ്, ഈ വാദം കേട്ടുകൊണ്ടാണ് ഈ എത്രത്തോളം കയ്യേറ്റങ്ങൾ ഈ പന്നിയാർപ്പുഴ കയ്യേറി നടത്തിയിട്ടുണ്ട് അല്ലെങ്കിൽ പൂപ്പാറ മേഖലയിൽ നടന്നിട്ടുണ്ട് എന്നുള്ളത് പരിശോധിച്ച് കൃത്യമായ റിപ്പോർട്ട് നൽകാനുള്ള നിർദ്ദേശം റവന്യൂ വകുപ്പ് നൽകിയത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് നടത്തിയ പരിശോധനയിലാണ് 56ഓളം കയ്യേറ്റങ്ങൾ ഈ ഒരു പന്നിയാർപ്പുഴ കേന്ദ്രീകരിച്ച് നടന്നിട്ടുണ്ട് എന്നുള്ള റിപ്പോർട്ട് റവന്യൂ വകുപ്പ് ഈ ഹൈക്കോടതിയിൽ ധരിപ്പിച്ചത്. അതുകൊണ്ട് തന്നെയാണ് ആ ഒരു റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് നിലവിൽ ഇപ്പോൾ ഈ ഒരു ഒഴിപ്പിക്കൽ നടപടികളുമായി റവന്യൂ വകുപ്പ് മുന്നിട്ട് നിൽക്കുന്നത്. അതേസമയം ഈ ഒരു പ്രതിഷേധം അത് ഇവർ ആവശ്യപ്പെടുന്ന ആ ഒരു കാര്യം, അതായത് തങ്ങൾക്ക് സാവകാശം വേണം, കോടതി ഈ കേസ് വീണ്ടും കോടതിയുടെ പരിഗണനയിൽ ഇരിക്കുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ ധൃതി പിടിച്ചുള്ള ആ ഒരു ഒഴിപ്പിക്കൽ നടപടികൾ ഒരു രീതിയിലും അംഗീകരിക്കാൻ കഴിയില്ല എന്നുള്ളൊരു നിലപാടിലാണ് ഇവിടെയുള്ള വ്യാപാരികളും അതുപോലെ തന്നെ പ്രദേശവാസികളും എല്ലാം ഉള്ളത്. അതുകൊണ്ട് തന്നെ ഈ അടുത്ത ഏകദേശം ഇപ്പോൾ 9 മണി കഴിഞ്ഞിരിക്കുന്നത് കൊണ്ട് തന്നെ ഉടൻ തന്നെ അല്ലെങ്കിൽ ഏതാനും സമയത്തിനുള്ളിൽ തന്നെ ഈ ഒരു ഒഴിപ്പിക്കൽ നടപടിക്രമങ്ങളിലേക്ക് കടക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ആളുകൾ നിലവിൽ ഈ ഒരു നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അതായത് പൂപ്പാറ ടൗണിലെ ടൗൺ വാർഡിൽ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ആളുകൾ കൂട്ടം കൂടരുത് നടക്കുമുള്ള നിർദ്ദേശങ്ങളെല്ലാം തന്നെ നിലവിൽ പുറപ്പെടുവിച്ചിട്ടുമുണ്ട്. അത് മാറ്റി നിർത്തിക്കൊണ്ടാണ് ഇപ്പോൾ ആളുകൾ കൂട്ടം കൂടുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നിലവിൽ വലിയ പോലീസ് സന്നാഹങ്ങളൊക്കെ അവരുടെ സേവനം നിലവിൽ റവന്യൂ വകുപ്പ് ആവശ്യപ്പെട്ടിട്ടുണ്ട് ഈ ഒഴിപ്പിക്കൽ നടപടികളുമായി ബന്ധപ്പെട്ടതുകൊണ്ട് തന്നെ വരും മണിക്കൂറുകളിൽ ഒരു വിഷയം അല്ലെങ്കിൽ ഈ ഒരു കയ്യേറ്റം ഒഴിപ്പിക്കൽ നടപടികളിലേക്ക് കടക്കുന്ന സാഹചര്യം ഉണ്ടായാൽ അത് ഒരു അക്രമ സാഹചര്യത്തിൽ അല്ലെങ്കിൽ ഈ പ്രശ്നം കൂടുതൽ സങ്കീർണമാകുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. എന്തായാലും ഇവിടെ നിന്നുള്ള ഈ കൂട്ടം കൂടിയിരിക്കുന്ന ആക്ഷൻ കൗൺസിലിന്റെ നേതൃത്വത്തിൽ കൂട്ടം കൂടിയിരിക്കുന്ന വ്യാപാരികളും അതുപോലെ തന്നെ ആളുകളും ഒന്നും തന്നെ പിരിഞ്ഞു പോകാൻ അല്ലെങ്കിൽ കൂട്ടാക്കാത്ത ഒരു സാഹചര്യമുണ്ട്. തങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ടുള്ള ഒരു ഉറപ്പ് ലഭിക്കാതെ പിരിഞ്ഞു പോകില്ല എന്നൊരു നിലപാടിൽ തന്നെയാണ് അവർ നിൽക്കുന്നത്. എന്തായാലും അല്പസമയത്തിനുള്ളിൽ തന്നെ ആ ഒരു ഒഴിപ്പിക്കൽ നടപടികൾ ആരംഭിച്ചേക്കുമെന്നാണ് ലഭിക്കുന്ന വിവരം.